വെൽക്കം ടു ഷീമോസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ ഇന്ന് കുക്കറിലാണ് ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത്. നമ്മുടെ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർക്കാമേ. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഓയിൽ കൂടിയും ചേർക്കുന്നുണ്ട്. നെയ്യും ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാല് ചെറിയ പീസ് പട്ട ചേർക്കാം. പിന്നെ ഒരു 5-6 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഞാൻ ജാതിപത്രി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂൺ സാജീരകം. ഇതൊക്കെ നമുക്ക് എണ്ണയും ഓയിലും ചൂടായി വരുമ്പോൾ ഇടാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 3 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചത് ഇടാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർക്കാം. അപ്പൊ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടാട്ടോ. അപ്പൊ ഞാനിവിടെ 4 പച്ചമുളക്, പിന്നെ ഒരു വലിയ പൂണ്ട് വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായി ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാമേ. ഇപ്പൊ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാട്ടോ. ഇപ്പൊ ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇപ്പൊ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ തൈര്, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. 1/2 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് കുറച്ചു നേരം മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ഇവിടെ ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ കുക്കറിൽ വന്നിട്ടുള്ള ഇച്ചിരി ഗ്രേവി ഉണ്ടല്ലോ, അത് ഒന്ന് വറ്റിച്ചെടുക്കണേ. അപ്പൊ ഇനി 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 3 ഗ്ലാസ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മൂന്ന് ഗ്ലാസ് അരിക്ക് നന്നായി തിളപ്പിച്ച 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ.
ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാമേ. ഇനി നമുക്ക് മൂടി വെക്കാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമില് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ കുക്കറിന്റെ വെയിറ്റ് ഇടണ്ട കേട്ടോ. വെയിറ്റ് ഇടാണ്ട് ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബിരിയാണി നമ്മളിവിടെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചു. ഇനി നമുക്ക് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഓപ്പൺ ചെയ്യരുത്. അപ്പൊ നമ്മൾ 15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടോ? അപ്പൊ നമ്മുടെ ചിക്കനും ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാനാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ബിരിയാണി കുക്കറിൽ തന്നെ വെക്കാണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയിടാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മസും ഇടാം. ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഇടാം. കുറച്ച് മല്ലിയില ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത്. എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.